UDFിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ, ഘടകകക്ഷിയിലെ 2 നേതാക്കന്മാർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ UDFിൻ്റെ ജില്ലാ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന, ജില്ലാ പഞ്ചായത്തിൻ്റെ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ഒരു ഘടകകക്ഷിയുടെ നേതാവ്, 3 പേരും ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അല്ല സഹോദര, ഈ വലിയ 2 നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്താണ്. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ പറയണം, നിലമ്പൂരിൽ VS ജോയി മത്സരിച്ചാൽ എത്ര വോട്ടിന് ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നു? അദ്ദേഹം ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട്, ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞു 25,000. ഞാൻ തുടങ്ങുകയാണ്. ഈ പറയപ്പെട്ട നേതാവ് പറഞ്ഞു 30,000 വരെ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ UDFിൻ്റെ ഉന്നതനായ നേതാവിനോട് ഞാൻ പറയാണ്, നിങ്ങൾ കേട്ടല്ലോ. രണ്ടാമതും ആ വ്യക്തിയോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ചോദ്യത്തിന് കൂടി നിങ്ങൾ ഉത്തരം പറയണമെന്ന്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ചോദിച്ചു. അദ്ദേഹം ഒരു 2,000 തൊട്ട് 5,000 വോട്ട്. അപ്പോൾ ഞാൻ ഈ ഉന്നതനായ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് വസ്തുത, ഇതാണ് വസ്തുത. ഞാൻ എന്തിനാണ് രാജിവെച്ചത് നിങ്ങൾക്കറിയാലോ. കേരളത്തിൽ 3ാം വട്ടവും LDF ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല എന്നത് വസ്തുത കേരളത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ്. പക്ഷേ ഇവരുടെ താല്പര്യം എന്താ? ഇവർക്ക് ഒറ്റ താല്പര്യമുള്ള സാഹിബേ. എന്താ താല്പര്യം അറിയോ? മുഖ്യമന്ത്രിയാകുമ്പോൾ ആര് കൈപൊന്തിക്കണമെന്ന്. ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഈ നേതൃത്വത്തെയും വെച്ചാണ് UDF മുന്നോട്ട് പോകുന്നതെങ്കിൽ 99 സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ആ 99 സീറ്റിൻ്റെയും മാനദണ്ഡം കൈപൊക്കുന്നവർക്ക് മാത്രമായിരിക്കും. 2026 ഭരണം പിണറായിയെ താഴെ ഇറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതവസാനിച്ചു. ഈ പറയപ്പെട്ട ചർച്ചകൾ മുഴുവൻ പിന്നീടും കഴിഞ്ഞു. ഒരു സീറ്റും പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇന്നലെ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ UDFിനെ തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDFിനെ തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDFിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ UDFിനെ സഹായിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന മുഴുവൻ അപമാനവും സഹിച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല. ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് തന്നെ പറയുന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം UDF ഏത് രീതിയിലുള്ള സമീപനം തന്നോട് സ്വീകരിക്കുന്നു, എന്തുകൊണ്ടാണ് താൻ ഒരുപക്ഷെ ഇപ്പോഴും സ്ഥാനാർത്ഥി ആണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല PV അൻവർ. നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന സാധൂകരണമായ കാര്യങ്ങൾ പറയുകയാണ്. പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളിനോട് പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കില്ലേ? ആ ചോദ്യങ്ങൾ പോലും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. ഏത് രീതിയിലാണ് ആദ്യം മുതൽ തന്നെ UDF നേതൃത്വം തന്നോട് സംസാരിച്ചത്? ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ബേപ്പൂർ പോലുള്ള സീറ്റ് ഒക്കെ ഒതുക്കാൻ നോക്കി എന്നൊക്കെയുള്ള PV അൻവറിൻ്റെ തുടക്കം മുതലേ ഉള്ള അല്ലെങ്കിൽ UDF PV അൻവർ ചർച്ചയ്ക്കിടയിലുണ്ടായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വെർഷൻ പറയുകയായിരുന്നു PV അൻവർ.